നമസ്കാരം. ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദ്ദമായ സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്നത് ഗോകർണ ക്ഷേത്രത്തെക്കുറിച്ചാണ്. ആരാണ് സത്യത്തിൽ ഗോകർണൻ? ഗോകർണൻ ശിവന്റെ അവതാരമാണ്. 7ാമത്തെ വരാഹകൽപ്പത്തിൽ ശിവൻ ഗോകർണനായി അവതരിച്ചു എന്നാണ് പറയുക. അന്ന് അദ്ദേഹത്തിന് കശ്യപൻ, ഉശനസ്, ശവൻ, ബൃഹസ്പതി എന്നീ 4 പുത്രന്മാർ ഉണ്ടായിരുന്നത്രേ. അത് ശിവപുരാണത്തിൽ വളരെ വ്യക്തമായി പറയണ്ട്. ബ്രഹ്മാവ് സൃഷ്ടിക്ക് വേണ്ടിയുള്ള ശക്തി സമ്പാദിക്കുന്നതിനായി തപസ്സിരുന്നു. അങ്ങനെ അനേക കാലം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ നെറ്റിയിൽ നിന്ന് തേജോരൂപിയായ പരമേശ്വരൻ വെളിയിൽ വന്നു. ഉടനെ ബ്രഹ്മാവ് സാക്ഷാൽ പരമേശ്വരനെ വന്ദിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അവിടുന്ന് തന്നെ സൃഷ്ടികർമ്മം നടത്തണം എന്നങ്ങട് അഭിപ്രായപ്പെട്ടു. അത് കേട്ട് പരമശിവന് വലിയ സന്തോഷായി. പരമശിവൻ അത് സമ്മതിച്ച് പാതാളത്തിലേക്ക് പോയി വീണ്ടും സമാധിയിരുന്നു. അങ്ങനെ കാലങ്ങൾ വളരെ കഴിഞ്ഞു. പക്ഷേ പരമശിവനെ കാണാത്തതുകൊണ്ട് ബ്രഹ്മാവ് തന്നെ വീണ്ടും സൃഷ്ടി ആരംഭിച്ചു. അങ്ങനെ കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോ സമാധിയിൽ നിന്നുണർന്ന ശിവഭഗവാൻ ദിവ്യ ചക്ഷസുകൊണ്ട് ബ്രഹ്മാവ് സൃഷ്ടി തുടങ്ങിയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബ്രഹ്മാവിനെ ശിക്ഷിക്കുന്നതിനായി പാതാളത്തിൽ നിന്നും അങ്ങോട്ട് പുറപ്പെട്ടു. ആ സമയത്ത് മുകളിൽ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ പരമശിവൻ ഭൂമിദേവിയോട് വഴി വിട്ടുമാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഭൂമിദേവി അതിന് വഴങ്ങാതെ പരമശിവനോട് പറഞ്ഞു, അണിമാദികളായ ഐശ്വര്യങ്ങളുള്ള അവിടുന്ന് സൂക്ഷ്മരൂപികളായ എൻ്റെ ഒരു കർണത്തിൽ കൂടി കയറി മറുകർണത്തിലൂടെ ഇറങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ പരമശിവനും അത് ശരിയാണെന്ന് തോന്നി. ഉടനെ അദ്ദേഹം അങ്ങനെ തന്നെ പ്രവർത്തിച്ചു. ഗോ എന്നുള്ളതിന് ഭൂമിദേവി എന്നും അർത്ഥമുണ്ടല്ലോ. ചുരുക്കത്തിൽ എവിടെ വച്ചാണോ ശിവൻ ഗോവിന്റെ, അതായത് ഭൂമിയുടെ കർണത്തിൽ കൂടി കയറി ഇറങ്ങിയത്, അവിടെ പിൽക്കാലത്ത് ഗോകർണമായി എന്നാണ് സാരം. ഉടനെ പരമശിവൻ നേരെ കൈലാസത്തിലേക്ക് പോയി. ഗോകർണത്തിൽ പരമശിവന്റെ ആത്മലിംഗമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. രാവണന്റെ മാതാവായ കൈകസി മണൽ കൊണ്ടുണ്ടാക്കി പൂജിച്ചു വന്ന ശിവലിംഗം ഒരിക്കൽ തിരമാല കയറി അടിച്ച് നശിപ്പിച്ചു. അതിൽ കൈകസി വളരെ ദുഃഖിതയായി. പക്ഷേ ശക്തനായ മകനുള്ളപ്പോ കൈകസിക്ക് അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ? ഉടനെ രാവണൻ ഇതറിഞ്ഞു. രാവണൻ ഇതറിഞ്ഞ് അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, സാക്ഷാൽ പരമശിവന്റെ ആത്മലിംഗം തന്നെ കൊണ്ടുവന്ന് അമ്മയ്ക്ക് നൽകാമെന്നും അങ്ങോട്ട് വാക്കുകൊടുത്തു. അതിനായി രാവണൻ നേരെ കൈലാസത്തിലേക്ക് പോയി. നാരദൻ ഇതറിഞ്ഞപ്പോ നേരെ ദേവേന്ദ്രന്റെ അടുക്കലെത്തി ഇങ്ങനെ പറഞ്ഞു, രാവണൻ പരമശിവനിൽ നിന്ന് ആത്മലിംഗം വാങ്ങി ലങ്കയിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. അവൻ കൈലാസത്തിലേക്ക് ഇതുവഴിയാണ് പോയിട്ടുള്ളത്. ആത്മലിംഗം വാങ്ങി ലങ്കയിൽ കൊണ്ടുപോയി സ്ഥാപിച്ചു കഴിഞ്ഞാ പിന്നെ അവനെ ജയിക്കാൻ ആരാലും സാധ്യല്ല. അതുകൊണ്ട് വേണ്ടത് ഉടനടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞിട്ട് നാരദൻ നേരെ പോയി. ഉടനെ രാവണൻ കൈലാസത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ രാവണന് ആത്മലിംഗം കൊടുക്കരുതെന്ന് പറയുന്നതിനായി ദേവേന്ദ്രനും വിഷ്ണുവും മറ്റു ദേവന്മാരും അതിവേഗത്തിൽ പുറപ്പെട്ട് കൈലാസത്തിലെത്തി. പക്ഷേ അപ്പോഴേക്കും രാവണൻ പരമശിവനെ തൃപ്തിപ്പെടുത്തി ആത്മലിംഗവും വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞിരുന്നു. ഉടനെ പരമശിവൻ അവരോട് പറഞ്ഞു, അതിവേഗത്തിൽ പുറപ്പെട്ടാൽ രാവണനെ വഴിക്കു കാണാം. ആത്മലിംഗം അവനോട് വാങ്ങി തറയിൽ വയ്ക്കണം. അതവിടെ ഉറച്ചിരുന്നോളൂ. ആ സ്ഥലവും പുണ്യഭൂമിയായി തീരും. പിന്നീട് അവരവിടെ നിന്നില്ല. അതിവേഗത്തിൽ പുറപ്പെട്ട് ഗോകർണത്തിൽ വച്ച് അവർ രാവണനെ കണ്ടു. ഉടനടി വിഷ്ണു ഭഗവാന്റെ ഉപദേശപ്രകാരം ഗണപതി ഒരു ബ്രഹ്മചാരിയുടെ വേഷത്തിൽ ചെന്ന് രാവണനെ സമീപിക്കുകയും രാവണൻ ആത്മലിംഗം ബ്രഹ്മചാരിയുടെ കയ്യിൽ കൊടുത്ത്
തറയിൽ വയ്ക്കരുതെന്ന ചട്ടം കെട്ടിയിട്ട് സന്ധ്യാവന്ദനത്തിനായി സമുദ്രത്തിലേക്ക് പോവുകയും ചെയ്തു. ആ സമയത്ത് ഗണപതി അത് താഴെ വച്ചു. രാവണൻ വന്ന് നോക്കുമ്പോ ആത്മലിംഗം തറയിലിരിക്കുകയാണ്. ഇത് കണ്ട് രാവണൻ ഗണപതിയുടെ തലയ്ക്ക് ഒരു കിഴുക്ക് കൊടുത്തു. എന്നിട്ട് രാവണൻ അത് പിഴുതെടുക്കാൻ വളരെ പണിപെട്ടു. പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല. ഇത്ര ബലമോ ഈ ഈശ്വരന് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അത് മൂടിയിരുന്ന പട്ട് വലിച്ചെടുത്ത് 4 കീറി 4 ദിക്കിലേക്കും അങ്ങോട്ട് വലിച്ചെറിഞ്ഞു. അത് ചെന്ന് വീണ സ്ഥലങ്ങളിലെല്ലാം ഓരോ ശിവലിംഗങ്ങൾ കൂടി ഉണ്ടായി. അങ്ങനെ ഗോകർണത്തിൽ ഇപ്പോ പഞ്ചലിംഗങ്ങളാണ് ഉള്ളത്. അതായത് 5 ശിവലിംഗങ്ങളാണ് ഗോകർണത്തുള്ളത് എന്ന് സാരം. അത് മാത്രല്ല, രാവണന്റെ കിഴുക്കു കൊണ്ടതുകൊണ്ട് തല കുഴിഞ്ഞ മട്ടിലുള്ള ഒരു ഗണപതിയും ഗോകർണത്തു കാണാം. ഗോകർണത്തെക്കുറിച്ചുള്ള ഈ ചെറിയ ഒരു വിശേഷം എന്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ ചെറിയ ഒരു കഥ എന്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുമെന്ന ഒരു വിശ്വാസത്തോടെ തൽക്കാലം ഞാൻ നിർത്തുന്നു. ഒരു നല്ല കഥയുമായി അടുത്ത ദിവസം തന്നെ വീണ്ടും നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ നന്ദി, നമസ്കാരം.